അനിയത്തി പത്മയുടെ മരണശേഷം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ കമലയെ കുഞ്ഞുന് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. അതിന് ദീപുവും അഷ്ടമൂർത്തിയും എല്ലാവിധ പിന്തുണയും നൽകുന്നു. അങ്ങനെ എല്ലാവരും ഒന്നിച്ചു നാട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് യാദൃശ്ചികമായി ദീപുവിന്റെ ജീവിതത്തിലേക്ക് സുന്ദരിയായ ഒരു പെൺകുട്ടി കടന്നു വരുന്നത്. സിനിമ അവസാനിക്കുന്നത് ഇവിടെയാണ്. ഇനി വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്കപ്പുറം ഇവരുടെയൊക്കെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. അന്ന് പോണ്ടിച്ചേരിയിൽ നിന്നും കമലയെയും കൂടെ കൂട്ടിയാണ് കുഞ്ഞുന് വീട്ടിലെത്തിയത്. കമലയെ താൻ എങ്ങനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് ഭയന്നിരുന്ന അവന് സർവ്വ പിന്തുണയും നൽകിയത് ദീപുവും അഷ്ടമൂർത്തിയുമായിരുന്നു. തുടക്കത്തിൽ കമലയെ അംഗീകരിക്കാൻ അവന്റെ അമ്മച്ചി കത്രീനയ്ക്കും അപ്പൻ ഗീവർഗീസിനും എളുപ്പമായിരുന്നില്ല. എങ്കിലും ദീപുവിന്റെയും അഷ്ടമൂർത്തിയുടെയും ഇടപെടലിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ആ അമ്മച്ചിയും അപ്പച്ചനും കമലയെ വീട്ടിൽ കയറ്റി. നല്ല മനസ്സിന്റെ ഉടമകളായ അവർക്ക് കമലയെ ഒരിക്കലും കൈയൊഴിയാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ അവരുടെ അനുവാദത്തോടെ കമല കുഞ്ഞൂനിനെ വിവാഹം കഴിച്ചു. ഇപ്പോൾ 25 വർഷത്തോളമായി കമലയും കുഞ്ഞൂനും സന്തോഷകരമായ ദാമ്പത്യം നയിക്കുകയാണ്. അവരിപ്പോൾ കോട്ടയത്ത് ഒരു റെസ്റ്റോറന്റ് നടത്തുന്നു. അമ്മച്ചിയും അപ്പച്ചനും മകൻ ജോഷിയും അടങ്ങുന്ന കുടുംബത്തിൽ അവർ വളരെയധികം സന്തുഷ്ടരാണ്. കുഞ്ഞൂനിപ്പോൾ പഴയതുപോലെയൊന്നുമല്ല. വളരെ ഗൗരവത്തോടെ മാത്രമാണ് അയാൾ ഇപ്പോൾ ജീവിതത്തെ സമീപിക്കുന്നത്. എന്നാൽ മകൻ ജോഷി അങ്ങനെയല്ല. അവൻ കുറെ കൂടി വ്യത്യസ്തമാണ്. അത്യാവശ്യം സ്മാർട്ടും അതുപോലെ തന്നെ തമാശക്കാരനുമൊക്കെയാണ് അവൻ. അങ്ങനെ ഇരിക്കെയാണ് ഹോട്ടൽ മാനേജ്മെന്റിൽ ഡിഗ്രി എടുത്ത ജോഷി ഉപരിപഠനത്തിനായി പുതിയ കോളേജുകൾ അന്വേഷിച്ചു തുടങ്ങിയത്. ഒടുവിൽ അപ്പന്റെ നിർബന്ധപ്രകാരമാണ് അവന് ഉപരിപഠനത്തിനായി പോണ്ടിച്ചേരി തന്നെ തിരഞ്ഞെടുക്കേണ്ടി വരുന്നത്. അങ്ങനെ മകനെ പോണ്ടിച്ചേരിയിൽ വിടാൻ ആഗ്രഹിച്ച അയാൾ പോണ്ടിച്ചേരിയിലെ തന്റെ പഴയകാല സുഹൃത്തായ അബ്ബാസിനെ വിളിക്കുന്നു. അബ്ബാസ് ഇപ്പോൾ അവിടുത്തെ അറിയപ്പെടുന്നൊരു ഈവന്റ് മാനേജറാണ്. കുഞ്ഞൂനും കമലയും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അബ്ബാസിന് അത് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അബ്ബാസ് ജോഷിയുടെ അഡ്മിഷൻ തൊട്ട് താമസം വരെ എല്ലാം തന്നെ സെറ്റാക്കി കൊടുക്കുന്നു. അങ്ങനെ ആദ്യമായി പോണ്ടിച്ചേരിയിൽ പോകുന്ന ജോഷി അവിടെ അബ്ബാസ് ശരിയാക്കി കൊടുത്ത ഹോസ്റ്റലിൽ താമസിക്കുന്നു. പക്ഷേ അവിടെ ചെന്ന തുടക്ക ദിവസം തൊട്ടേ ജോഷിക്ക് ആ ഹോസ്റ്റൽ മുറിയുമായി പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ അവിടെ എത്തി 4ാമത്തെ ദിവസം പാരഡൈസ് ബീച്ച് റോഡിലൂടെ സൈക്കിൾ ഓടിച്ചു പോകുന്ന ജോഷി വഴിയരികിൽ യാദൃശ്ചികമായി ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. ആ പെൺകുട്ടി ബീച്ചിൽ ഒരു ചെറിയ പെൺകുട്ടിയുടെ കൈ പിടിച്ചു നടന്നു വരികയായിരുന്നു. ഒറ്റ കാഴ്ചയിൽ തന്നെ അവളോട് എന്തോ ഒരു മുൻപരിചയം തോന്നുന്ന ജോഷി സൈക്കിൾ നിർത്തി അവളെ തന്നെ നോക്കുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ അവൾ നടന്നു പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസം കോളേജിൽ പോയ ജോഷിയെ അമ്പരപ്പിച്ചുകൊണ്ടാണ് അവൻ കോളേജിൽ വെച്ച് ആ പെൺകുട്ടിയെ വീണ്ടും കാണുന്നത്. കോളേജിൽ പുതിയതായി വന്ന ആ പെൺകുട്ടിയുടെ പേര് അഭിരാമി എന്നായിരുന്നു. ഭാഗ്യവശാൽ അവളും ജോഷിയും ഒരു ക്ലാസ്സിൽ തന്നെയായിരുന്നു പഠനം. പക്ഷെ അവൾ അവനെ കാര്യമായൊന്നും മൈൻഡ് ചെയ്തില്ല. ഇതിനിടയിൽ ഒരു സർപ്രൈസ് പോലെയാണ് ജോഷിയുടെ ക്ലാസ്സിലെ അധ്യാപകനായി അഷ്ടമൂർത്തി അങ്ങോട്ട് വരുന്നത്. അഷ്ടമൂർത്തിയെ അവിടെ അധ്യാപകനായി കണ്ട ജോഷി ശരിക്കും അമ്പരന്നു. എപ്പോഴും തമാശകൾ പറയുന്ന തന്റെ ഫാമിലി ഫ്രണ്ടായ അഷ്ടമൂർത്തിയെ അവൻ ഒരുപാട് ഇഷ്ടമാണ്. അഷ്ടമൂർത്തി ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല. ഒരു ക്രോണിക് ബാച്ചിലറായി ജീവിച്ചു മരിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് അയാൾ എല്ലാവരോടും ഒരു തമാശ പോലെ എപ്പോഴും പറയാറുണ്ട്. ഏതായാലും ജോഷി ഇപ്പോൾ ഹാപ്പിയാണ്. അഭിരാമിയുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അവൾ അവനെ അധികം അടുപ്പിക്കാറില്ല. എപ്പോഴും എല്ലാ ആൺകുട്ടികളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന അവൾ അല്പം ഇൻട്രോവേർട്ട് കൂടിയാണ്. അതേസമയം കോളേജിലെ മിക്ക പെൺകുട്ടികളോടും ജോഷി ഹെൽത്തിയായ സൗഹൃദം വെക്കാറുണ്ട്. ഈ പേരിൽ അഷ്ടമൂർത്തി എപ്പോഴും അവനോട് കളിയായി പറയും, നീ നിന്റെ അപ്പന്റെ മോൻ തന്നെയാണെന്ന്. ഇതിനിടയിൽ ഹോസ്റ്റൽ താമസം പൂർണ്ണമായും മടുത്ത ജോഷി ഒരിക്കൽ അഷ്ടമൂർത്തിയോട് ചോദിക്കുന്നു, തന്നെ കൂടെ താമസിപ്പിക്കാമോ എന്ന്. നിന്റെ അപ്പനും അമ്മച്ചിയും സമ്മതിക്കുകയാണ് എങ്കിൽ താനും സമ്മതിക്കാം എന്നായിരുന്നു അപ്പോഴത്തെ അഷ്ടമൂർത്തിയുടെ മറുപടി. അങ്ങനെ ജോഷി വീട്ടുകാരുടെ കയ്യും കാലും പിടിച്ച് അവരെ സമ്മതിപ്പിച്ച ശേഷമാണ് അഷ്ടമൂർത്തിക്കൊപ്പം താമസം മാറുന്നത്. ഇതിനിടയിലാണ് ഒരു ദിവസം അവന്റെ ക്ലാസ്സിലേക്ക് പുതിയൊരു പെൺകുട്ടി അഡ്മിഷനുമായി വരുന്നത്. സേറ എന്നാണ് ആ കുട്ടിയുടെ പേര്. എക്സ്ട്രോവേർട്ടായ ഇമോഷണലി വളരെയധികം ഡീപ്പായ സേറ അവിടെ ഏറ്റവും കൂടുതലായി പെട്ടെന്ന് തന്നെ അടുക്കുന്നത് അഭിരാമിയോടാണ്. അതുപോലെ തന്നെ അവൾ ജോഷിയോടും സൗഹൃദമാകുന്നു.
അഭിരാമിയും ജോഷിയും തമ്മിൽ വലിയ സൗഹൃദമില്ലെങ്കിലും അവർക്കിടയിൽ സേറ ഉള്ളതിനാൽ അഭിരാമിയും ജോഷിയും തമ്മിൽ വല്ലപ്പോഴുമൊക്കെ മിണ്ടാറുണ്ട്. അങ്ങനെ മിണ്ടാനുള്ള സാഹചര്യം അവർക്കിടയിൽ യാദൃശ്ചികമായി വരുന്നതാണ്. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം അഭിരാമി സേറയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. അതേസമയം അഭിരാമി പോലും അറിയാതെ സേറ അഭിരാമിയുടെ വീട്ടിലേക്ക് ജോഷിയെയും കൂടെ കൂട്ടുന്നു. പോകും വഴി സേറ ഒരു തമാശ പോലെ ജോഷിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് അഭിരാമിയോട് പ്രണയമാണോ എന്ന്. എന്നാൽ ജോഷി നൽകുന്ന മറുപടി, അല്ല, വർഷങ്ങളായുള്ള ഒരടുപ്പമാണ് അഭിരാമിയോട് തനിക്ക് തോന്നുന്നത് എന്നാണ്. അങ്ങനെ അഭിരാമിയുടെ വീട്ടിൽ സേറയും ജോഷിയും എത്തുന്നു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, അവിടെ വെച്ചാണ് ജോഷി അറിയുന്നത് അഭിരാമി തന്റെ അമ്മ കമലയുടെ ചേച്ചിയുടെ ചെറിയ മകളാണെന്ന്. ചെറുപ്പം തൊട്ടേ അമ്മയിൽ നിന്നും കേൾക്കുന്ന അമ്മയുടെ ദുഷ്ടയായ സഹോദരിയെ ജോഷി ആദ്യമായി തിരഞ്ഞു കണ്ടുപിടിക്കുന്നത് ഇൻസ്റ്റയിൽ നിന്നാണ്. അത് 3-4 വർഷം മുൻപ്. അന്ന് ഇൻസ്റ്റ പ്രൊഫൈലിൽ താൻ കണ്ട ആ മുഖത്തെ അടുത്തു കണ്ട ജോഷി ഒരു സത്യം മനസ്സിലാക്കുന്നു. അഭിരാമി തന്റെ സഹോദരിയാണെന്ന്, തന്റെ അമ്മയുടെ ചേച്ചിയുടെ മകളാണെന്ന്. അഭിരാമിയെ കാണുമ്പോഴൊക്കെ തനിക്ക് തോന്നുന്ന ആ അടുപ്പം ഈ ബന്ധം കൊണ്ടാണെന്ന് ജോഷി പോലും തിരിച്ചറിയുന്നത് അപ്പോഴാണ്. എന്നാൽ താൻ അറിഞ്ഞ കാര്യങ്ങളൊന്നും ജോഷി അവരോട് പറഞ്ഞില്ല. അങ്ങനെ തന്റെ വീട്ടിൽ വന്ന ജോഷിയോട് അഭിരാമി അന്ന് കുറെ സംസാരിക്കുന്നു. കൂട്ടത്തിൽ അവൾ പറയുന്നു, താൻ അവനോട് അധികം അടുക്കാത്തത് തന്റെ ജാട കൊണ്ടൊന്നുമല്ല, ഗേൾസ് സ്കൂളിൽ മാത്രം പഠിച്ചു വളർന്ന തനിക്ക് ആൺകുട്ടികളോട് മിണ്ടുമ്പോഴുള്ള ആങ്സൈറ്റി കൊണ്ടാണെന്ന്. എന്നാൽ തന്നോട് മിണ്ടാൻ അത്തരമൊരു ആങ്സൈറ്റി വെക്കേണ്ട, താൻ എന്നും നല്ലൊരു സഹോദരനായി കൂടെ ഉണ്ടാകുമെന്നാണ് ജോഷി അവൾക്ക് നൽകുന്ന മറുപടി. അങ്ങനെ അഭിരാമിയുടെ അച്ഛനും അമ്മയും ജോഷിക്കും സേറയ്ക്കും നല്ല ട്രീറ്റ് നൽകുന്നു. താൻ കേട്ട കഥകളിൽ നിന്ന് വ്യത്യസ്തമായി ക്രൂരതയില്ലാത്ത ഒരു നല്ല അമ്മയെ ആണ് അഭിരാമിയുടെ അമ്മയിൽ ജോഷിക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ തിരിച്ചു മുറിയിലെത്തുന്ന ജോഷി അവരെ കണ്ട കാര്യമെല്ലാം അമ്മയോടും അച്ഛനോടും പറയുന്നു. കൂട്ടത്തിൽ ജോഷി അഷ്ടമൂർത്തിയോട് ഒരു ആഗ്രഹം കൂടി പറയുന്നു. പണ്ട് തൻ്റെ അമ്മയും അപ്പയും അഷ്ടമൂർത്തിയും ദീപവും എല്ലാം താമസിച്ച ആ വീട് തനിക്ക് കാണണമെന്ന്. അവൻ്റെ ആ ആഗ്രഹം സാധിക്കാനായിട്ട് അഷ്ടമൂർത്തി അവനെയും കൊണ്ട് പണ്ടത്തെ ആ വീട് നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. ആ സ്ഥലം ഇപ്പോൾ ആകെ മാറിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഒരു വലിയ ഗ്ലാസ് അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ആണുള്ളത്. ആ പഴയ വീടിന്റെ ഒരു അംശം പോലുമില്ല. എന്നിട്ടും എന്തോ അവിടം കണ്ടപ്പോൾ അഷ്ടമൂർത്തിയുടെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ ജോഷിയോട് കൂടുതലൊന്നും സംസാരിച്ചില്ല. തിരികെ പോരുമ്പോൾ അയാൾ നിശബ്ദനായിരുന്നു. അത് ജോഷി ശ്രദ്ധിച്ചു. തുടർന്ന് വരും ദിവസങ്ങളിൽ ജോഷിയും സേറയും കൂടുതൽ അടുത്തു. അഭിരാമിയെ തന്നിലേക്ക് എത്തിച്ചതിന്റെ സ്നേഹവും നന്ദിയും ജോഷിക്ക് സേറയോട് എപ്പോഴും ഉണ്ടായിരുന്നു. ഒറ്റ മകനായി വളർന്ന ജോഷിക്ക് സത്യത്തിൽ ഇപ്പോൾ അഭിരാമിയെ നല്ലൊരു സഹോദരിയായി കിട്ടിയ സന്തോഷമാണുള്ളത്. ജോഷിക്കും അഭിരാമിക്കും ഇടയിൽ അത്തരത്തിൽ നല്ലൊരു വൈബും ഉണ്ട്. ജോഷിക്കും സേറയ്ക്കും ഇടയിൽ ഒരു നല്ല പ്രണയമുണ്ട്. പക്ഷേ അവർ ഒരിക്കലും പരസ്പരം ആ പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ല. പകരം നല്ല സുഹൃത്തുക്കളെ പോലെ അവർ കൈ പിടിച്ചു നടന്നു. നല്ലൊരു സാഹചര്യം വരുന്ന നേരത്ത് ആ പ്രണയം തുറന്നു പറയാം എന്നായിരുന്നു അവന്റെയും പ്ലാൻ. ഇതിനിടയിൽ ജോഷി സേറയോട് അഭിരാമിയുമായി തനിക്കുള്ള രക്തബന്ധത്തെക്കുറിച്ച് തുറന്നു പറയുന്നു. ഇതൊരിക്കലും അഭിരാമിയോട് പറയരുത് എന്നും ആവശ്യപ്പെടുന്നു. അഭിരാമിയുടെ അമ്മയ്ക്ക് തൻ്റെ അമ്മയോടുള്ള വെറുപ്പ് കാരണം ഒരു പക്ഷേ അഭിരാമിയും തന്നെ വെറുത്താലോ എന്ന് ജോഷി ഭയപ്പെട്ടു. എന്നാൽ സേറയാണ് അവനോട് പറയുന്നത് ഇതെല്ലാം മറച്ചു വെക്കുന്നതിന് പകരം അവൻ്റെയും അഭിരാമിയുടെയും എല്ലാം അമ്മയ്ക്കും അച്ഛനും നല്ലൊരു സർപ്രൈസ് കൊടുക്കണമെന്ന്. ആ സർപ്രൈസ് കൊടുക്കാൻ പാകത്തിൽ കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന്. എന്താണ് അവൾ പറയുന്നതെന്ന് ജോഷിക്ക് മനസ്സിലായില്ല. പക്ഷേ അതെന്തായിരുന്നാലും അവൻ അത് കേൾക്കാൻ തയ്യാറാണ്. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഇന്ന് സേറയുടെ പിറന്നാളാണ്. പോണ്ടിച്ചേരിയിലെ ഗ്രാൻഡ് സെറേന ഹോട്ടലിൽ വെച്ചാണ് സേറയുടെ പിറന്നാൾ ആഘോഷം നടക്കുന്നത്. പരിപാടിയുടെ മുഴുവൻ മാനേജ്മെന്റും അബ്ബാസിന്റെ ഇവന്റ് ഗ്രൂപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. അവിടേക്ക് അപ്പൻ കുഞ്ഞൂനിനും അമ്മ കമലയ്ക്കും ഒപ്പമാണ് ജോഷി കാറിൽ വന്നിറങ്ങിയത്. പ്രോഗ്രാമിന് ക്ഷണിക്കപ്പെട്ട കമലയും കുഞ്ഞൂനും ആ പരിപാടിക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് പോണ്ടിച്ചേരിയിലേക്ക് വന്നിരിക്കുന്നത്. കാറിൽ വന്നിറങ്ങിയ കമല ഇറങ്ങിയ പാടെ ആദ്യം തന്നെ കാണുന്നത് തന്റെ ചേച്ചിയെയാണ്. അഭിരാമിയും കുടുംബവും അവരെ പോലെ തന്നെ ക്ഷണിക്കപ്പെട്ടാണ് അന്ന് വന്നത്. തൊട്ടു മുൻപിൽ നിൽക്കുന്ന ചേച്ചിയെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കമല ഒന്ന് പരുങ്ങുന്നു. അപ്പോഴാണ് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന ജോഷിയെ കമലയുടെ ചേച്ചി കാണുന്നത്.
അവർക്കൊപ്പം ജോഷിയെ കണ്ട് കമലയുടെ ചേച്ചി അമ്പരക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന സേറ കമലയുടെ ചേച്ചിക്ക് കമലയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു ഇത് ജോഷിയുടെ അമ്മ കമലയാണെന്ന്. അപ്പോഴാണ് തൻ്റെ മകളുടെ കൂട്ടുകാരൻ ജോഷി തൻ്റെ അനിയത്തി കമലയുടെ മോനാണെന്ന സത്യം അവരും അറിയുന്നത്. എന്നാൽ അവർക്കൊരിക്കലും കമലയോട് പഴയ വൈരാഗ്യമില്ലായിരുന്നു. പകരം അന്ന് താൻ കമലയോട് കാണിച്ചു കൂട്ടിയ കാര്യത്തിലെല്ലാം കുറ്റബോധം മാത്രമാണ് അവർക്കുള്ളത്. ആ നിമിഷത്തിൽ കമലയെ കണ്ട് ചേച്ചി കുറ്റബോധത്തോടെ കരഞ്ഞു. കമലയോട് ചെയ്തതിനെല്ലാം മാപ്പ് പറയുകയും ജോഷിയെ സ്നേഹത്തോടെ തലോടുകയും ചെയ്തു. കാരണം പണ്ട് കമലയെയും പത്മയെയും ഇറക്കിവിട്ട അവർക്ക് പിൽക്കാലത്ത് ആ പേരിൽ നല്ല കുറ്റബോധം കണ്ടിരുന്നു. പക്ഷേ ഒന്ന് തിരഞ്ഞു കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ കമല അന്ന് അവരിൽ നിന്നും ഏറെ അകന്നിരുന്നു. എല്ലാം ഓർത്ത് വേദനിച്ച ചേച്ചി കമലയെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നു. അന്നാണ് അഭിരാമിയും തിരിച്ചറിയുന്നത് ജോഷിയും താനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. മാത്രമല്ല ഇതിനെപ്പറ്റി ജോഷിക്ക് മുൻകൂട്ടി തന്നോട് പറയാമായിരുന്നു എന്നും അവൾ പരിഭവം പറയുന്നു. എന്തായാലും ഇപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണ്. സത്യത്തിൽ ഇത് തന്നെയായിരുന്നു ജോഷി തൻ്റെയും അഭിരാമിയുടെയും പാരൻസിനായി കൊടുത്ത ഏറ്റവും വലിയ സർപ്രൈസ്, അതും സേറയുടെ സഹായത്തോടെ. എന്നാൽ അന്ന് അവനെ കാത്ത് അതിനേക്കാൾ വലിയൊരു സർപ്രൈസ് അവിടെ ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ലായിരുന്നു, ആ സർപ്രൈസ് ആണ് സേറ. പിറന്നാൾ ആഘോഷിക്കുന്ന സേറയുടെ അച്ഛനും അമ്മയും അന്ന് അവിടെ ഉണ്ടായിരുന്നു. തങ്ങൾക്കരികിലേക്ക് വരുന്ന സേറയുടെ അച്ഛനെയും അമ്മയെയും കണ്ട് ജോഷി അത്ഭുതപ്പെട്ടു. അത് മറ്റാരുമല്ലായിരുന്നു, അത് തൻ്റെ അപ്പൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ദീപുവിൻ്റെ ഭാര്യ നിമ്മിയുമായിരുന്നു. സത്യത്തിൽ ദീപുവും ഭാര്യ നിമ്മിയും കമലയും കുഞ്ഞുനും അഷ്ടമൂർത്തിയും എല്ലാം ഒരുപോലെ ജോഷിയെ കളിപ്പിക്കുകയായിരുന്നു. സേറ ദീപുവിൻ്റെ മകളാണെന്ന് അവരെല്ലാം ഒരുപോലെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അമേരിക്കയിൽ ഷെഫായി വർക്ക് ചെയ്യുന്ന ദീപുവും അവൻ്റെ കുടുംബവും അമേരിക്കയിൽ തന്നെയാണ് താമസം. അന്നത്തെ ആ യാദൃശ്ചികമായി വീട്ടിലേക്ക് വന്ന പെൺകുട്ടി തന്നെയാണ് ദീപുവിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ നിമ്മി. നാട്ടിൽ വരുമ്പോഴൊക്കെ വീട്ടിൽ വരാറുള്ള ദീപുവിനെ ജോഷിക്കറിയാം. പക്ഷേ വർഷങ്ങളായി അമേരിക്കയിൽ തന്നെ സെറ്റിൽഡായ അവരുടെ മകളെ വല്ലപ്പോഴുമൊക്കെ ഏതൊക്കെയോ ഫോട്ടോയിൽ മാത്രം കണ്ട ജോഷി സത്യത്തിൽ അവളെ നേരിൽ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞില്ലായിരുന്നു. എന്നാൽ ജോഷിയുമായുള്ള വിവാഹത്തെ പറ്റി തൻ്റെ അച്ഛനും ജോഷിയുടെ അപ്പനും ചേർന്ന് പ്ലാൻ ചെയ്തപ്പോൾ അന്ന് ഫോട്ടോയിലൂടെ മാത്രം കണ്ട് ഇഷ്ടപ്പെട്ടാണ് സേറ അവൻ പഠിക്കുന്ന കോളേജിൽ തന്നെ അഡ്മിഷൻ എടുത്തത്. അവനോട് എളുപ്പത്തിൽ അവൾ സൗഹൃദം സ്ഥാപിച്ചതും അവനിലേക്ക് കൂടുതൽ അടുക്കാൻ തന്നെയാണ്. സമയം പോലെ താൻ ആരാണെന്ന് വെളിപ്പെടുത്താനുള്ള അവസരം സർപ്രൈസായി നൽകാം എന്നുള്ളതും അവളുടെ തന്നെ പ്ലാൻ ആയിരുന്നു. അതിന് അവളുടെയും ജോഷിയുടെയും എല്ലാം ഫാമിലിയും അവൾക്കൊപ്പം നിന്നു. ഇക്കാര്യമെല്ലാം ഇപ്പോൾ അഷ്ടമൂർത്തി പറഞ്ഞാണ് ജോഷി അറിയുന്നത്. മാത്രമല്ല ഇതെല്ലാം തങ്ങൾ മറച്ചു വെച്ചത് ജോഷിയുടെ മുഖത്തെ ഈ ചമ്മൽ നേരിൽ കാണാൻ കൂടി വേണ്ടിയാണെന്നും അയാൾ പറയുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞൂനും ദീപുവും അഷ്ടമൂർത്തിയും കമലയും അബ്ബാസും കമലയുടെ ചേച്ചിയുമെല്ലാം അവിടെ സേറയുടെ പിറന്നാൾ ആഘോഷത്തിനായി നിൽക്കുമ്പോൾ അഭിരാമി തമാശ പോലെയാണ് ജോഷിയോട് ചോദിക്കുന്നത്, എന്നാൽ പിന്നെ ഇന്ന് തന്നെ നമുക്ക് ജോഷിയുടെയും സേറയുടെയും വിവാഹം അങ്ങ് ഉറപ്പിച്ചാലോ എന്ന്. അതിന് ജോഷിയും സേറയും കൃത്യമായ മറുപടി പറയുന്നില്ല. അഷ്ടമൂർത്തി വഴിയാണ് സേറയുടെ പ്രണയം ജോഷി പൂർണ്ണമായി മനസ്സിലാക്കിയതെങ്കിലും അവർ ഇപ്പോഴും പരസ്പരം പ്രണയം തുറന്നു പറയാത്തവർ തന്നെയാണ്. ഇത് മനസ്സിലാക്കിയ അഷ്ടമൂർത്തി അവനോട് പറയുന്നു, പ്രണയം ഒരിക്കലും രഹസ്യമാക്കരുത്. ആരോട് പ്രണയം തോന്നിയാലും അത് പെട്ടെന്ന് തന്നെ അയാളോട് പറയണമെന്ന്. അത് പറഞ്ഞപ്പോൾ അഷ്ടമൂർത്തിയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ മറ്റാരെങ്കിലും കാണും മുൻപ് അയാൾ ആ നനവിനെ തുടച്ചു നീക്കി. അല്ലെങ്കിലും പണ്ട് പത്മയോട് താൻ തുറന്നു പറയാതെ പോയൊരു പ്രണയത്തിന്റെ പേരിലാണല്ലോ അയാൾ ഇപ്പോഴും നീറി ജീവിക്കുന്നത്. പറയാതെ പോയൊരു പ്രണയത്തിന്റെ ഭാരം കൊണ്ടാണല്ലോ അയാളുടെ ഹൃദയം ഇപ്പോഴും വിങ്ങുന്നത്. ക്രോണിക് ബാച്ചിലർ എന്ന തമാശയോടെ സ്വയം വിശേഷിപ്പിക്കുന്ന അയാൾ ഒരിക്കൽ പത്മയോട് പറയാതെ പോയ ഒരു പ്രണയത്തിന്റെ വിങ്ങലിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിക്കപ്പെട്ടവനാണ്. അങ്ങനെ ആ രാത്രിയിൽ കുഞ്ഞൂനും ദീപുവും കമലയും അബ്ബാസും സേറയും ജോഷിയും കമലയുടെ ചേച്ചിയും എല്ലാം സന്തോഷം പങ്കിടുമ്പോൾ ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന അഷ്ടമൂർത്തിയുടെ മനസ്സ് മാത്രം വേദനിച്ചു. പറയാതെ പോയ സ്നേഹത്തെക്കുറിച്ചോർത്ത്, തൻ്റെ പത്മയെക്കുറിച്ചോർത്ത്.